അപ്പം ഞാൻ സുനാമി നടന്നത് കാരണം ഞാൻ അങ്ങനെ ഓർത്ത് സുനാമി ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാം ഒറ്റയ്ക്ക് ലോകത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന പ്രളയത്തെക്കുറിച്ചോ കോവിഡിനെക്കുറിച്ചോ അല്ല സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ്. അനുദിനം സംഭവിക്കുന്ന മനുഷ്യൻ്റെ ദുരന്തങ്ങൾക്ക് പ്രാർത്ഥന വരാൻ പോകുന്നു. അതിൻ്റെ പേര് ഉടമ്പടിയാണെന്നായിരിക്കും അവ പറഞ്ഞിട്ടുള്ളത്. കൈ ഇടിച്ച് കർത്താവിനെ ഇത് കഴിഞ്ഞിട്ട് പോളിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ പോളിൻ്റെ കൂട്ടുകാരൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചു. ഇംഗ്ലണ്ടിലാണെന്ന് പുള്ളി. നീ തിരിച്ചു പോയാന്ന് ചോദിച്ചു. കാര്യം വിസിറ്റിന് പോയിരിക്കുകയല്ലേ, നീ തിരിച്ച് ജോലിക്ക് വേണ്ടി ചെന്നിട്ട് വിസിറ്റ് വിസ എടുത്ത് പോയിരിക്കുക, നീ തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല, ജോലിയൊന്നും ആയില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും, നീ ഒരു ഒബ്സർവേഷനിലൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കുക, അവിടെ ഒരു തസ്തിക വന്നിട്ടുണ്ടെന്ന് പറയും. ഈ ഹോസ്പിറ്റലിൽ പോയി തസ്തിക ഇൻ്റർവ്യൂവിന് കൊടുക്കും. ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിയും. എന്നിട്ട് അവർ പറയും ഇവിടെ തസ്തിക ഒന്നും ഇല്ലെന്ന് പറയും. ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായി, പക്ഷേ തസ്തികയില്ല, ഡോക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് ഇവിടെ നടക്കത്തില്ല, 6 മാസമോ 8 മാസമോ കഴിയുമെന്ന് പറയും. അപ്പോഴേ ഇവർക്ക് ഈ പോളെന്ന് പറയുന്ന ആളിന് ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകും. അത് സ്വപ്നത്തിലാണ് സുഗന്ധാഭിഷേകം. ഇവൻ ആകാശത്ത് നോക്കുമ്പോൾ ഇവൻ ഈ നടന്നുകൊണ്ടിരിക്കണ എല്ലാം മാതാവിൻ്റെ പ്രക്രിയയാണെന്ന് ഈ മനുഷ്യന് എപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ അമ്മ തന്നെയാണ് ഡയറക്റ്റ് ഇതൊക്കെ ചെയ്യണത്. അത്ഭുതങ്ങളാണല്ലോ സംഭവിക്കണത്. ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരൻ വിളിക്കുന്നു. അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഐഡിയയും പുള്ളിക്കില്ല. പക്ഷേ ചെന്ന് പെടുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവിടെ ജോലിയില്ല. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പുള്ളിക്കൊരു പിടിയില്ല. അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മാതാവിൻ്റെ കാൽപെരുമാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടി പുള്ളി അങ്ങനെ മനസ്സിലങ്ങനെ ആശങ്ക കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വപ്നം കണ്ട്. സ്വപ്നം കണ്ടത് ആകാശത്ത് നക്ഷത്രങ്ങളെല്ലാം വിതറിയിട്ട് ഈ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മാതാവിൻ്റെ ഒരു സ്തുതിയും പിടിച്ച് പറഞ്ഞു നിൽക്കുന്ന രൂപം പുള്ളി കാണാം. ഇതാ വിഷയം. അവൻ്റെ അർത്ഥം എന്താണ്? നീ ആശങ്ക ഒന്നും പറയണ്ട, ഞാൻ തന്നെയാണ് നിൻ്റെ പിന്നിൽ ഉള്ളത്. പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും. ആ ആശുപത്രി 8 മാസം കഴിഞ്ഞാൽ വന്നാൽ മതി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് വിളിച്ച് പറയും, ഇവിടെ ഒരു ഡോക്ടർ രാജിവെച്ച് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ തസ്തികയിൽ കയറാമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാര്യങ്ങൾ പോണ പോക്കുണ്ടാകും. അതായത് നമ്മളുടെ കാൽക്കുലേഷനിലല്ല പോണത്. ശരിക്കും നമ്മളിപ്പം തീർന്നെന്ന് പറയുമ്പോൾ അമ്മയെല്ലാം തുടങ്ങിക്കൊണ്ട് വരും. നിങ്ങളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് 2 വള്ളത്തേലും ചവിട്ടരുത്. ഒറ്റ വള്ളത്തെ ചവിട്ട് കൃത്യമായിട്ട് വെടിപ്പായിട്ട് വിശ്വാസിയായി നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ ചരിത്ര മുന്നേറ്റവും സാക്ഷ്യ മുന്നേറ്റവും നടത്തണം. അപ്പോൾ നീ സ്നേഹിക്കുന്ന സത്യസന്ധമായ ദൈവം ആരാണെന്നും നിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും നിനക്ക് അറിവ് നൽകും. എന്ത് വിധത്തിലും അറിവ് നൽകും. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അവർ ഉടമ്പടിയും ചെയ്യും, വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി നൊവേനയും കൂടും, അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവത്തിനെ പറ്റിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നിങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഫ്രോഡായിട്ട് ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട്. ബ്രാൻഡ് ചെയ്ത പാർട്ടിയാണ്. കാര്യം എവിടെ നിന്നാണ് ഇപ്പോൾ ബറിയത് മുനാളിനെ മുത്തും താഴെ കിടക്കുന്ന പാമ്പിനെയും മുത്തും എവിടെ നിന്നാണ് രക്ഷവനെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന അലപലാതി വിശ്വാസികളില്ലേ. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഉടമ്പടിയുമായിട്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും ബന്ധപ്പെടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് സന്ധി ചേർന്ന് സഖ്യം ചേർന്ന് കക്ഷിയായി മാറണമെന്ന്, ദൈവത്തിൻ്റെ സ്വന്തം കക്ഷിയായി മാറണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചുറ്റിക്കളികളെല്ലാം അവസാനിപ്പിക്കണം. കർക്കക്രിസ്ത്യാനി പ്രത്യേകിച്ച് അവിടെയും പോയി നൊവേന കൂടും, ഇവിടെയും കൂടി നൊവേന കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയും വന്ന് ഉടമ്പടി എടുക്കും. അങ്ങനെയുള്ള കർക്കക്രിസ്ത്യാനികളെ ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് വിട്ട് പോകണമെന്നാണ് പറയണത്. നിങ്ങൾ കറക്കമെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഉറക്കുമല്ല, അപ്പോൾ വന്ന് മര്യാദക്കുറമ്പ്. ഇങ്ങനെ ആട്ടക്കാർ വന്നിട്ട് കാര്യമില്ല. അവരുടെ കളിത്തട്ടല്ല ഇത്. ആട്ടക്കാർ അവിടെയും ഇവിടെയും പോയി ആടുന്നവരുടെ ആട്ടക്കാരുടെ കളിത്തട്ട്. നിങ്ങൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥരാണ് വിശ്വസിക്കണമെങ്കിൽ ബാക്കിയെല്ലാം തൽക്കാലത്തെ കട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 90 ദിവസത്തേക്ക്. കാര്യം എന്താണ്? 90 ദിവസമാണ് ഉടമ്പടിയുടെ സമയം. ആ 90 ദിവസത്തേക്ക് എല്ലാ സംഭവം കട്ട് ചെയ്യണം.
എന്നാൽ നിങ്ങൾ ഉടമ്പടി തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധ വയ്ക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഇത് കൈ പൊള്ളണ കേസ് കെട്ടാണ്. മറ്റൊന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാട്ടും പടിയൊക്കെ നടന്നാൽ മതി, ഇത് നമുക്ക് മുടക്കൊന്നുമില്ല. വല്ല മുടക്കം ഉണ്ടാകും, നാക്കുകൊണ്ട് കുറേ പാട്ടൊക്കെ പാടി നടന്നാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മുടക്കമൊന്നുമില്ല. ഇതിന് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം ഇത് മേജർ ഡ്യൂട്ടി ചെയ്യണ പ്രാർത്ഥനയാണ്, അല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രെയർ അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കാനോ രുചി നോക്കാനോ മധുരം നോക്കാനോ ഉടമ്പടി എടുത്ത് നോക്കരുത്. അത് ദൈവത്തെ പരീക്ഷയ്ക്ക് തുല്യമാണ്. അടയാളങ്ങളെ എപ്പോഴും കർത്താവ് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശു സ്തോത്രം. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 11:29. ലൂക്ക 11:29. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. അപ്പൊ ലൂക്ക 11:29 ഇവിടെ കൃപാസനത്തിന് ജനങ്ങളിങ്ങനെ എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണില്ല. ജനം വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച് അതാണ്. എന്താണ്? ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ, ഇപ്പോൾ ഇന്നലെ ഇവിടെ ഇത്രയും ആളുണ്ടായിരുന്നു, മെനേന്ന് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇത്രയും ആളുണ്ട്. 3 മണിക്ക് വെളുപ്പിന് ആൾക്കാർ വരാൻ തുടങ്ങും, രാത്രി 9 മണി വരെ വരും. അപ്പോൾ ജനക്കൂട്ടം വർദ്ധിച്ചു വന്ന് വായിച്ചേ 11:29. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം വർദ്ധിച്ചു അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അടയാളം ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ, അതാണ് പ്രശ്നം. എന്നിട്ട് ഞാൻ ഉടമ്പടിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്നിട്ട് ഞാൻ രോഗികളെ പോയി കാണുകയോ സുവിശേഷം വായിക്കുകയോ സുവിശേഷം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യാം. ആദ്യം ദൈവം അടയാളം പ്രവർത്തിക്കട്ടെ എന്ന് കാണുന്ന ഒരു 50% ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇവരാണ് ഈ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൃപാസനത്തെ ആളെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ അടയാള മോഹികളാണ്. എന്നുവെച്ചാൽ ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിബന്ധനകൾ പാലിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇന്നത് തിരുത്തണം. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ നിബന്ധനകളെ പാലിക്കും. കർത്താവ് ഈ അടയാളം എപ്പോഴായാലും പ്രവർത്തിക്കും. അതെന്താ എപ്പോഴായാലും പ്രവർത്തിക്കുമെന്ന് പറയാൻ കാര്യം എന്ന് അറിയാവോ? ഐസയ്യാ 41:10 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 യെരമ്യാ 31:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജെറമിയ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞ്, നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. വിശ്വസ്തത അചഞ്ചലവും. അപ്പോൾ ഈ യെരമ്യാ 31:3 വചനം. അപ്പം നമ്മൾ ദൈവം ആദ്യം അടയാളം കാണിക്കണമെന്ന് പറയരുത്. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത
അചഞ്ചലമാണ്, എപ്പോഴായാലും അത് അടയാളം കാട്ടിയിരിക്കും. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നിന്നോട് സ്നേഹവും നിത്യമാണ്. അപ്പം അതിൻ്റെ അകത്തൊന്നും ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ തന്നെ ഉടമ്പെടുക്കുമ്പോൾ ഓർക്ക് ഞാൻ നിത്യസ്നേഹത്തിലേക്ക് ദൈവത്തെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം എപ്പോഴും ആയാലും അടയാളം കാണിക്കും. ഞാൻ ആദ്യമേ കയറി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എടുത്ത നിബന്ധനകൾ നിറവേറ്റണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അടയാളം അന്വേഷിക്കാതെ നിബന്ധനകൾ നിറവേറ്റി ഉടമ്പടിയുടെ വിശ്വസ്ത പങ്കാളിയാകാൻ നിത്യസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്ന സമയത്ത് സമീപസ്ഥരും വിദൂരസ്ഥരുമായിട്ടുള്ളവർ രോഗമുള്ളിടത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. രോഗത്തെ യേശുനാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്തവർ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് യേശുവേ ദിവ്യകാരുണ്യത്തിലെ ആരാധന നടത്തിക്കൊണ്ടിരിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തീർത്ഥാടനത്തിൽ ഉടമ്പടിയെടുത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ വലത് കരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വയ്ക്കണമേ. സന്ധിബന്ധങ്ങൾ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ഈശോ ആമാശയ രോഗങ്ങൾ, കുടലിൻ്റെ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, സിസ്ത് രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ശ്രുതികട്ടെ. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോഴ് എപ്പിലെപ്സി രോഗികൾ, അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, അതുപോലെ തന്നെ കണ്ണ് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ക്യാൻസർ രോഗികൾ, ത്വക്ക് രോഗികൾ, അതുപോലെ തന്നെ സോറിയാസിസ് രോഗികൾ, വ്യത്യസ്തങ്ങളായ വാതരോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, എല്ലാത്തിനും വേണ്ടി ദൈവികമായ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന ഈശോയെ, പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ത്വക്ക് രോഗങ്ങൾ കർത്താവേ, സോറിയാസിസ് രോഗങ്ങൾ കർത്താവേ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കർത്താവേ, മാംസപേശി മരവിപ്പ് കർത്താവ്, രക്തസംക്രമണത്തിലുണ്ടാകുന്ന സ്ലോ ഡൗൺ ആയിട്ടുള്ള രോഗങ്ങൾ കർത്താവ്, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവ്, മുട്ടുവേദനക്കാർ കർത്താവ്, പലതരത്തിലുള്ള ഗർഭാശയ രോഗങ്ങൾ
കിഡ്നി രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി കഴുകട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള ഞരമ്പുകളുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പൂർണ്ണമായി യേശുവിൻ്റെ സാംക്രമിക രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള ഗർഭാശയ രോഗികള്, മക്കളില്ലാത്തവര്, കൂടെ കൂടെ അബോർഷൻ സംഭവിക്കുന്നവര്, മക്കൾ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകുന്നവര്, പെട്ടെന്ന് കുഞ്ഞുണ്ടായി പെട്ടെന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, നിർത്താത്ത രക്തസ്രാവമുള്ളവർ, പീരീഡ്സ് ഒത്തുവരാത്തവർ, ഇങ്ങനെ മൊബിലിറ്റി ഇല്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ഉറക്കമില്ലാത്തവർ, കടുത്ത പ്രഷർ രോഗികൾ, പൊറുക്കാത്ത മുറിവുകൾ, കാലൊക്കെ അഴകിക്കൊണ്ടിരിക്കുന്നവർ, വിരലുകൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, കുഞ്ഞു രോഗികളായ കുഞ്ഞു പിള്ളേർ, കിടപ്പിലായവർ, കാലിറക്കാത്തവർ, കഴുത്തുറക്കാത്തവർ, മലർന്നു വീഴാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, പിരിപിരിപ്പുള്ള ഓട്ടിസമുള്ള സ്വഭാവം കാണിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ മഴ പെയ്യാൻ വേണ്ടി സൗഖ്യത്തിൻ്റെ മഴയ്ക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, സാമ്പത്തികം ബാധ്യതയിൽ വിഷമിക്കുന്നവർ, കടമുള്ളവർ, ജപ്തി നടപടി നേരിടുന്നവർ, വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയി കടക്കമ്പോളം അടഞ്ഞു കിടക്കുന്നവർ, വാടക ഒഴിയാത്തവർ, വാടകയ്ക്ക് സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടാത്തവർ, സ്ഥലം വിറ്റുമാറാത്തവർ, സ്ഥലത്തിന് വഴിയില്ലാത്തവർ, പരീക്ഷാ തടസ്സങ്ങൾ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കുന്നവർ, ട്രാൻസ്ഫറിന് വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സമാധാനമില്ലാത്തവർ, വിവാഹ ജീവിതം ഡൈവേഴ്സിലേക്ക് നീങ്ങുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ ജാമ്യം പോലും കിട്ടാതിരിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ്താരത്തിലിരിക്കുന്ന കേസുകൾ, വിധി പറയാൻ പറ്റിയിരിക്കുന്ന കേസുകൾ, ഇപ്പോഴും ജയിലിൽ ആയിരിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക ബാധ്യതകൾ, ജീവിതമാർഗം മുട്ടി നിൽക്കുന്നവർ, നിങ്ങൾ സാക്ഷ്യം പറയാവുന്ന മാത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ വിവാഹ തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകാൻ നിൽക്കുന്നവർ, വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയവർ എല്ലാവരും അങ്ങനെ തിരിച്ചു പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ശ്രദ്ധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടി നിൽക്കുക. ഒരു നിമിഷം മൗനമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും
ഒപ്പം തന്നെ ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വിഷയവും ഇപ്പോൾ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ